ഹായ് ഫ്രണ്ട്സ്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാന്താരിയാണ്, വെള്ളക്കാന്താരി. ഇത് ശരിക്കും ശ്രദ്ധിച്ചറിയാൻ പറ്റും, കുറച്ച് മുരടിപ്പുണ്ടായിരുന്നു ഇതെല്ലാം. ഇപ്പോൾ ഇത് നല്ല ഒരു 2 ആഴ്ചയോളം ഇത് നല്ലതായിട്ട് നല്ല ഫ്രഷായിട്ടുണ്ട്. അതിന് കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പയറില്ലേ, പയറിൻ്റെ വിത്ത് ഞാൻ മുളപ്പിച്ച് നട്ടേക്കണാണ്. ഇവിടെയുണ്ട്, ഇതിലൊക്കെ കാന്താരി വെച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് അധികം പോട്ട്സ് ഇല്ലാത്ത കാരണം ഞാൻ ഈ വാട്ടർ ബോട്ടിലില്ലേ, ആ വാട്ടർ ബോട്ടിലാണ് ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പയർ നല്ലതായിട്ട് കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മുകളിലേക്ക് പടത്തി വിട്ടിട്ടുണ്ട്. ഇത് അറിയാമല്ലോ, പാവക്കയുടെ ചെടിയാണ്. പാവക്കയിൽ പൂവ് ഇട്ടിട്ടുണ്ട്. ഇനിയും പാവക്ക വന്നിട്ടില്ല, ചെറുതാണ്. ഇത് നമ്മുടെ ബോട്ടിൽ ഗാർഡില്ലേ, അത് നമ്മൾ ഒറ്റപ്പാലത്തു നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങളുടെ പടർന്ന് പോയി ഇതേ ചെറിയൊരു കായ് വന്നിട്ടുണ്ട്. പൂവൊക്കെ ഉണ്ടായിരുന്നു, വെയിൽ കാരണം കുറച്ച് ക്ഷീണമുണ്ട്. കണ്ടറിയാം കാന്താരി. ഇതിന്ന് വെത്തെടുത്താണ് ഞാൻ അവിടെയൊക്കെ മുളപ്പിച്ചേക്കുന്നത്. ഇത് ബീൻസാണ് കേട്ടോ, ചെറുതാണ്. ഇതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് വരുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതിനൊക്കെ കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ നമ്മുടെ ജൈവവളം ഇല്ലേ, എല്ലാം പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് ഞാൻ, ഇത് കണ്ടോ നല്ലതായിട്ടുണ്ട്. ഇതൊക്കെ പുഴുവുണ്ട്. ഇങ്ങനെ തന്നെ വേണം നമുക്ക്. ഈ വെജിറ്റബിളിൻ്റെ എല്ലാ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഞാൻ വേസ്റ്റ് ആക്കില്ല. നമുക്കിവിടെ മുരിങ്ങമരമുണ്ട്, ഈ താഴത്തൊക്കെ വീണുണ്ടോക്ക് മുരിങ്ങയുടെ ഇല. ഇതെല്ലാം വെച്ചാണ് ഞാൻ ഇതെല്ലാം അടിച്ച് കൂട്ടി ഒക്കെ കൂടി വാരി ഇതിലിടും, എന്നിട്ട് മൂടി വയ്ക്കും. ഇപ്പോൾ 2 ആഴ്ചയായി. ഇതിൽ നിന്ന് എടുത്ത് കുറേശ്ശെ 1:4 എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളത്തിൽ 4 കപ്പ് വെള്ളം അങ്ങനെ ചേർത്ത് ഒഴിച്ചു കൊടുക്കണ കാരണം കൊണ്ടാണ് ഇതൊക്കെ ഇത്ര നല്ലതായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, കാരണം കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇത് പച്ചക്കറി നടുന്നതിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതറിയാമല്ലോ, സാമ്പാർ ചീര, ഇതൊക്കെ നല്ല മുരടിപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയ പിന്നെ നല്ല ഫ്രഷായിട്ടുണ്ട് കാണാൻ. പിന്നെ ഇവിടെ നോക്കിയാൽ തക്കാളി ചെടി വരുന്നുണ്ട്. തക്കാളി, ഇത് ചുണ്ടയാണ്, ചുണ്ട ചെടി. ഇതൊക്കെ വളർന്നു വരുന്ന അതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.